ഞാനിപ്പോൾ പറയണത് പ്യുവർലി എൻ്റെ മാത്രം ഇഷ്ടമായിരിക്കില്ല. കാരണം എന്നെപ്പോലെ ഒരു സിനിമയെ സ്നേഹിക്കുന്ന ആൾക്ക് നിങ്ങൾക്കും അതേപോലെ അതേ ഇഷ്ടം തോന്നാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഇന്നലെ രാത്രി ലോക എന്നുള്ള സിനിമ ഉണ്ട്. മാൻ ഓസം. നമുക്ക് മലയാളികൾക്ക് ഒരു യൂണിവേഴ്സ് ഉണ്ടായിരുന്നു. ഹോളിവുഡിൽ അവരുടെ സൂപ്പർ ഹീറോസ് കഴിഞ്ഞാൽ അവർക്ക് സ്പൈഡർമാൻ ചെറന്തി അടിച്ച് അവർക്ക് സൂപ്പർ പവർ കിട്ടും. അങ്ങനെ നമ്മുടെ നാട്ടിലുണ്ട് പഴയ മിത്ത് പ്രകാരം ഫെയറി ടെയിൽ പ്രകാരമുള്ള കുറേ സൂപ്പർ ഹീറോസ്. അവർ സൂപ്പർ ഹീറോസ് ആയിട്ടല്ല കണ്ടിരുന്നത്. അവരെല്ലാം ഒരു ആന്റി ഹീറോസ് ആയിട്ട് അല്ലെങ്കിൽ അവരെല്ലാം ഒരു പേടിക്കുന്ന സാധനമാണ് നമ്മൾ കണ്ടിരുന്നത്. അതിനെ കംപ്ലീറ്റ്ലി എൻറ്റയർലി ചേഞ്ച് ചെയ്തിട്ട് ഈ സിനിമയിൽ ഇതിന്റെ ഡയറക്ടർ ഡൊമിനിക് സൂപ്പർ ഹീറോ ആയിട്ട് കൺവേർട്ട് ചെയ്തേക്കാണ്. മാൻ പുള്ളി ഇതിന്റെ അടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ 35 കോടിക്ക് ഇതിന്റെ മേക്കിംഗ് ആണ് പറയേണ്ടത്. 35 കോടി രൂപയ്ക്ക് ഇത്രയും ക്വാളിറ്റിയുള്ള സിനിമ ഒരു സ്ഥലത്തും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. അതിന് ഗ്യാരണ്ടിയാണ്, അടിവരായിട്ട് പറയാൻ ഒരു സ്ഥലത്തും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ എക്സ്പീരിയൻസ് ഉള്ള സാധനം ഒരു ഫാക്ടർ അല്ലെന്ന് മനസ്സിലായി. കാരണം 2017 തരംഗം എന്നുള്ള മൂവി ഡയറക്ട് ചെയ്ത ഒരു ഡയറക്ടറിന്റെ ഫസ്റ്റ് ഡെബ്യൂട്ട് ആയിരുന്ന ഡയറക്ടർ. രണ്ടാമത്തെ മൂവിയാണ് ഇത് ലോകം. ഇതൊരു മൾട്ടി ചാപ്റ്റർ മൂവിയാണ്. ഈ മൂവിക്ക് പ്രത്യേകത എന്താ വെച്ചാൽ ഇതൊരു യൂണിവേഴ്സൽ മൂവിയാണ്. ദുൽഖർ പുള്ളിനെ അറിഞ്ഞ് വിശ്വസിച്ച് പൈസ ഇറക്കിയിട്ടുണ്ട്. ആവശ്യത്തിന് ലിമിറ്റഡ് ബഡ്ജറ്റ് മാത്രം ഇറക്കിയിട്ടുള്ളൂ. ഉള്ള സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി സൂപ്പർ കിടലാണ്. നമുക്ക് മസ്റ്റായിട്ട് റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ മൂവിയാണ് ഈ സിനിമ. നമുക്ക് ആരോടും വിശ്വസിച്ച് പറയാം ഈ പടം പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടം വരില്ല എന്നുള്ളത്. കാരണം ഒരു സിനിമയെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിൽ സംഭവിക്കാവുന്ന കുറെ സൂപ്പർ ഹീറോസിന്റെ കഥകളെല്ലാം ഒത്തുചേർത്ത് വന്നിട്ടുള്ള ഒരു സിനിമയാണ്. ആ സിനിമയുടെ മേക്കിംഗ് ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ കിടിലാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യത്തെ ഒരു 10 മിനിറ്റ് ഇങ്ങനെ കണ്ടു തുടങ്ങിയപ്പോൾ ഇത് കിടിലൻ മേക്കിംഗ് ആണ്. ആ 10 മിനിറ്റ് തന്നെ നമുക്ക് മനസ്സിലാവും. അത്രയും ക്വാളിറ്റി മേക്കിംഗ് ആണ് തുടക്കം മുതൽ കൺസിസ്റ്റന്റ് ത്രൂ ഔട്ട് ലാസ്റ്റ് സെക്കൻഡ് വരെ. നമുക്ക് അഭിമാനമായിട്ട് പറയാം, ഹോളിവുഡിൽ ഒരു ജാതി പടം ഉണ്ടെങ്കിൽ മോളിവുഡിൽ ഒരു ജാതി പടത്തിന് അടിത്തറയിട്ട് കഴിഞ്ഞു, തറക്കല്ലിട്ട് കഴിഞ്ഞു. കിടിലൻ പടം എന്ന് പറഞ്ഞാൽ കിടിലൻ പടം. നിങ്ങൾ പോയി കണ്ടോ, ഗ്യാരണ്ടി. പിന്നെ ഇതിലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ ക്യാമിയോസ് എക്സ്റ്റൻഡ് ക്യാമിയോസിനെല്ലാം ഇട്ട് വെച്ചേക്കുക, ഇങ്ങനെ വിത്തിട്ട് വെച്ചേക്കുക. മൾട്ടി സ്റ്റോറീസാണ് വരാൻ പോണത്, മൾട്ടി ലെവൽ സ്റ്റോറീസ്. എല്ലാത്തിനെയും വിത്ത് ബാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്ക് എത്ര ലെവലിലേക്ക് വേണമെങ്കിലും എക്സ്പാൻഡ് ചെയ്യാം. ആ രീതിയിൽ എല്ലാ ക്യാരക്ടേഴ്സിനെയും ഒരു സീഡ് ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്തൊരു അൾട്ടിമേറ്റ് സൂപ്പർ ഹീറോ ക്യാരക്ടർ ഉണ്ട്. എല്ലാ സൂപ്പർ പവേഴ്സിനെയും ഹോൾഡ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ. ഒരു കൈയും ഒരു വോയിസും മാത്രമേ ഉള്ളൂ. ആ അത്രയും കൊണ്ട് തന്നെ നമുക്കത് തരണൊരു ഇമ്പാക്റ്റ് ഉണ്ട്. വേറെ ആരുമല്ല, അറിയാം, മെഗാസ്റ്റാറാണ്. മൂത്തൊന്നൊരു ക്യാരക്ടർ ഉണ്ട്. ആ ഒരു 10 സെക്കൻഡുള്ള ഒരു ഗ്ലിംസ് പോയ സാധനത്തിനുണ്ടല്ലോ, മാരക സ്ക്രീൻ പ്രസൻസ്. അതാണ് മമ്മൂക്ക. പിന്നെ ഇതിനകത്ത് എക്സ്റ്റൻഡ് ആയിട്ടുള്ള ഒരു ക്യാമിയോ ഇട്ടേക്കണത് ടോവിനോ കിടലിനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ദുൽഖർ എന്താണെന്ന് മനസ്സിലാവാത്ത രീതിയിലൊരു ഹിന്റ് കൊടുത്തിട്ടുണ്ട് ടൈലൻഡിൽ. അതും ഒരു എനിക്ക് തോന്നുന്നു അടുത്ത തേർഡ് പാർട്ട് എന്തായാലും ടോവിനോയുടെ സ്റ്റോറിയാണ്. തേർഡ് പാർട്ടിൽ ദുൽഖറിന്റെ സ്റ്റോറി ആയിരിക്കും. അപ്പൊ അതും ഇട്ട് വെച്ചേക്കണം. അടുത്തടുത്ത 2 പാർട്ടിലേക്കുള്ള സാധനങ്ങൾ ഇട്ട് വെച്ചേക്കണം. ഞാൻ കിടിലെന്ന് വെച്ചാൽ കിടിലൻ, ഒറ്റ വാക്കി പറഞ്ഞ കിടിലൻ പടം. നിങ്ങൾ ഫാമിലി ആയിട്ട് പോയി കാണേണ്ട പടം. അതിലും ഉപരി കുട്ടികൾ മസ്റ്റായിട്ട് കാണേണ്ട പടം. കാരണം ഫാന്റസി ജേണറിലൊരു പടം നമ്മുടെ മലയാളത്തിൽ ഇല്ലായിരുന്നു. നമ്മുടെ ഒരു സൂപ്പർ സ്റ്റാർ ഒരു പടം എടുത്തു വെച്ചിരുന്നു 100 കോടിക്ക്. പക്ഷെ അതാണോ ഇതാണോ 35 കോടിയുടെ പടം ഏതാണെന്ന് കമ്പയർ ചെയ്ത് നോക്കി. പുള്ളി അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു മനുഷ്യൻ, ഇത് 2 പടം എക്സ്പീരിയൻസ് ഉള്ള മനുഷ്യൻ. 2 പേരെ പടം കണ്ടിട്ട് നിങ്ങളൊന്ന് വിലയിരുത്തി നോക്കും, കമന്റ് ചെയ്യും. പിന്നെ ഇതിനടുത്ത് എടുത്തു പറയണമെന്ന് വെച്ചാൽ ഓരോ ഡിപ്പാർട്ട്മെന്റ് ആർട്ട്, മ്യൂസിക്, സിനിമാറ്റോഗ്രാഫി, ഫൈറ്റ്, ഓരോ എൻ്റർ ഡിപ്പാർട്ട്മെന്റ് ഈ മൂവിയുടെ ഹാറ്റ്സ് ഓഫ്. കാരണം എന്താ വെച്ചാൽ ആ ലെവലിൽ ഒരു സിനിമ നമുക്ക് സമ്മാനിച്ചിരുന്നു. ഒരു 160 രൂപ കൊടുത്ത് നമ്മൾ പടം കണ്ടു കഴിഞ്ഞാൽ ഒരു 1600 രൂപ കൊടുത്ത് കണ്ട ഫീലാണ് നമുക്ക് കിട്ടുന്നത്. കാരണം ഫൈനലി എ സൂപ്പർ ഹീറോ മൂവി ഇൻ മലയാളം ഇൻ എ യൂണിവേഴ്സ്, അങ്ങനെ വേണമെങ്കിൽ പറയാം. കണ്ടുപോകും, കിടിലം പടം. ഒന്നും പറയല്ലേ, കണ്ടുപോകും.